യുദ്ധത്തിന് സ്വാഭാവികമായിട്ടും ഒരു സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അന്ന് ട്രംപ് സെലൻസ്കിയോട് എന്തുകൊണ്ട് അത്ര അങ്ങനെ റൂഡായിട്ട് സംസാരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു മിനറൽ ഡീലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. കോൺക്രീറ്റ് ആയിട്ട് ഒരു കാര്യവും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇതുവരെ യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതിന് ശേഷം ഇന്ത്യയെ ഒരുപാട് സഹായിക്കുമെന്നും അതുവഴി ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും. പക്ഷേ അത് വെറുതെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇന്ത്യ തത്വത്തിൽ റഷ്യയെ വിമർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ കൂടെയാണ് തത്വത്തിൽ. യുക്രൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശം യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ്. അതിനു മുമ്പ് യുക്രൈൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രാജ്യമില്ല. ഈ സ്റ്റെപ്പാൻ ബന്തേരയുടെ അദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ ഒരുപക്ഷെ ഈ നാസികൾക്ക് വരെ പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ക്രൂരതയിലേക്ക് അത് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ദി മലബാർ ജേണൽ ഇന്ന് റഷ്യ ഉക്രൈൻ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് അധ്യാപകനായിട്ടുള്ള ഡോക്ടർ അമൽ പുല്ലാർക്കാട്ടാണ്. വെൽക്കം സർ. താങ്ക് യു സർ. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെപ്പറ്റി പറഞ്ഞു വരുമ്പം പലപ്പോഴും ആളുകൾ 2014 മുതലുള്ള വിഷയങ്ങളാണ് പ്രതിപാദിക്കാറുള്ളത്. ക്രിമിയ അനക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈദാൻ കൺവെൻഷനെ പറ്റിയൊക്കെ. അതിനപ്പുറത്തേക്കുള്ളൊരു ചരിത്രം ഈ യുദ്ധത്തിൻ്റെ ഉണ്ട് എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അതൊന്ന് വിശദീകരിക്കണം. യുദ്ധത്തിന് സ്വാഭാവികമായിട്ടും ഒരു സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പല ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ്. 1991 ഡിസംബറിൽ സംഭവിക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ്. പിന്നീട് അതിനുശേഷം വരുന്ന സംഭവവികാസങ്ങൾ വിവിധങ്ങളായിട്ടുള്ള, അതായത് ഒരു 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ വിവിധ രാജ്യങ്ങൾ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പോളണ്ട്, ബാൾട്ടിക് രാജ്യങ്ങൾ തുടങ്ങിയ ഈ രാജ്യങ്ങളെല്ലാം നാറ്റോ അംഗങ്ങളായിട്ട് മാറുകയും 2004 വരെ അതിനോട് റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള പുടിൻ വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുകയും അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ഈ പറയുന്ന ഈ ഒരു കിഴക്കൻ യൂറോപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുതുതായി വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വളരെ നോർമലായിട്ട് റഷ്യയ്ക്കും മാറാമെന്നും റഷ്യയും അതേ രീതിയിൽ തന്നെയുള്ള ഒരു യൂറോപ്യൻ മുതലാളിത്ത രാജ്യമായിട്ട് നിലനിൽക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ റഷ്യൻ ഭരണകൂടം ഈ ഒരു കാലഘട്ടം വരെ വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ 2007 പുടിൻ്റെ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ഈ വെസ്റ്റേൺ ബ്ലോക്ക് ഒരിക്കലും റഷ്യയെ അവരുടെ ഒരു പങ്കാളിയായിട്ട് ഉൾപ്പെടുത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും റഷ്യ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഈ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലുള്ള പുടിൻ്റെ ഒരു സ്പീച്ച് വരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പഴയ ബെർലിൻ മതിലിൻ്റെ തകർച്ച, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും റഷ്യൻ ജനത എന്ന് പറയുന്നത് ഈ സമാധാനത്തിനും ജനാധിപത്യത്തിനും എല്ലാം വേണ്ടി ഒരു വെസ്റ്റേൺ വേൾഡ് പറയുന്ന പല രീതിയിലും അവർ നിൽക്കുകയും അത്തരത്തിൽ മുന്നോട്ട് വരികയെല്ലാം ചെയ്തിട്ടും ഇവരുടെ ഇടയിൽ വീണ്ടും മതിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാറ്റോയുടെ എക്സ്പാൻഷൻ അവരുടെ പടിവാതിൽ വരെ എത്തി നിൽക്കുന്നു. അവിടെ നാറ്റോ ആയുധങ്ങൾ സ്ഥാപിക്കുന്നു, അവിടെ നാറ്റോ പുതിയ മിലിറ്ററി ബേസുകൾ തുടങ്ങുന്നു, പട്ടാളക്കാരെ വിന്യസിപ്പിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, പക്ഷേ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇനിയും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു രീതിയിൽ പുടിൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 2008 നാറ്റോയുടെ ബുക്കാറസ്റ്റ് സമ്മിറ്റിൽ ജോർജിയയെ നാറ്റോയുടെ അംഗമാക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി ജോർജിയയെയും യുക്രൈനെയും നാറ്റോയിലേക്ക് അംഗമാക്കാനായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ റഷ്യ ആദ്യം ജോർജിയയെ ആക്രമിക്കുന്നു. ഈ ഒരു കാലഘട്ടം മുതൽ റഷ്യയും യുക്രൈനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ ഭരണകൂടങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ കലുഷിതമായിട്ടുള്ള ഒരു ദേശീയ സാഹചര്യങ്ങളെയുമായി എല്ലാമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഉദാഹരണത്തിന് അവിടുത്തെ റഷ്യൻ അനുകൂലിയായിട്ടുള്ള ഒരു പ്രസിഡന്റായിരുന്നു വിക്ടർ യാനുക്കോവിച്ച്. അദ്ദേഹം അതേ അവസരത്തിൽ തന്നെ ഒരു സ്വജനപക്ഷപാതവും അഴിമതിയും എല്ലാം അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിഡൻഷ്യൽ ഷിപ്പിനെതിരായിട്ട് 2004-2005 കാലഘട്ടത്തിൽ ഓറഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ ഒരു പ്രക്ഷോഭം അവിടെ അരങ്ങേറുകയും ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്താക്കപ്പെടുകയും തുടർന്ന് വളരെ പ്രോ അമേരിക്കൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോ വെസ്റ്റേൺ ആയിട്ടുള്ള അടുത്ത പ്രസിഡന്റ് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു.
അപ്പോൾ ഇതിനുശേഷം 2005 അധികാരത്തിൽ വരുന്ന വിക്ടർ യൂഷ്ചെങ്കോ എന്ന് പറയുന്ന അടുത്ത പ്രസിഡന്റ്, അദ്ദേഹം പിന്നീട് വളരെ അതായത് പടിഞ്ഞാറൻ മുതലാളിത്തത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് യുക്രൈൻ്റെ ഭരണം കൊണ്ടുപോവുകയും ഇതിനെതിരെയും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുകയും അങ്ങനെ തുടർന്ന് 2010 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിക്ടർ യാനുക്കോവിച്ച് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് വരികയാണ്. അങ്ങനെ അധികാരത്തിലേക്ക് വന്ന യാനുക്കോവിച്ചിന് വീണ്ടും 2014 ഉള്ള യൂറോ മൈതാൻ സമരം എന്ന പേരിൽ നടത്തുന്ന ഒരു കീവ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് യുക്രൈൻ വിട്ട് പോവേണ്ടി വരുന്നു. അദ്ദേഹത്തിനെ അന്ന് റഷ്യ കീവിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഭരണാധികാരികളായിട്ടുള്ള പെട്രോ പൊറോഷെങ്കോയ്ക്ക് ശേഷം വന്ന ഭരണാധികാരിയായിട്ടുള്ള സെലൻസ്കി, ഇവരെല്ലാവരും ചേർന്ന് യുക്രൈൻ ഒരു വളരെ ഈ പറയുന്ന നാറ്റോയുടെയും വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും എല്ലാം അവരുടെ ഒരു ഭാഗധേയത്തിന് വിധേയമായി നിൽക്കുന്ന ഒന്നാക്കി മാറ്റുകയും അത് ഒരു അയൽ രാജ്യം എന്നുള്ള നിലയിൽ റഷ്യയെ വളരെയധികം ചൊടിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യ ഭാഗമല്ലാത്ത ഒരു സൈനിക സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യയുടെ തൊട്ടയൽ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് റഷ്യ ഒരു വലിയൊരു ഭീഷണിയായിട്ട് കാണുകയും അത് റഷ്യ അനുവദിക്കില്ല എന്ന് റഷ്യയുടെ ഭാഗത്തു നിന്ന് റഷ്യ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനെ പല ഇന്റർനാഷണൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല രീതിയിൽ ആ വിഷയത്തെ നോക്കിക്കാണുകയും അവരുടെ കമൻസ് ഇതിനെക്കുറിച്ച് പറയുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഈ പ്രശ്നം കലുഷിതമായി മാറുന്നതിനനുസരിച്ച് യുക്രൈനിൽ 30% വരുന്ന റഷ്യൻ മൈനോറിറ്റി താമസിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ റഷ്യൻ ലാംഗ്വേജ് അവർ ഒരു ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളയുന്നു, ബാൻ ചെയ്യുന്നു. റഷ്യൻ സ്കൂളുകൾ നിർത്തലാക്കുന്നു, റഷ്യൻ കൾച്ചറൽ ഫെസ്റ്റിവലുകളെല്ലാം നിരോധിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാം വരുമ്പോൾ ഇതിനെതിരെ റഷ്യൻ മൈനോറിറ്റി സമരം ചെയ്യുന്നു, അതിനെ അടിച്ചമർത്തുന്നു. അത് വളരെ ക്രൂരമായിട്ടുള്ള സൈനിക നടപടികൾ അത്തരത്തിലുള്ള സമരക്കാർക്കെല്ലാം നേരെ ഉണ്ടാവുന്നു. ഇതേ സമയത്ത് തന്നെ റഷ്യയാണെങ്കിൽ മറുഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഇത് ഒരു റഷ്യൻ ദേശീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഭരണകൂട നീക്കമാണ് യുക്രൈനിൽ ഉണ്ടാവുന്നതെന്നും അതൊരു ദേശീയ വിഷയമായിട്ട് തന്നെ അത് ഗ്രേറ്റ് റഷ്യൻ നാഷണലിസത്തിന് ഏൽപ്പിക്കുന്ന വലിയ ഒരു മുറിവായിട്ട് റഷ്യ അത് കാണുകയും അതേ രീതിയിൽ പുടിൻ പ്രതികരിക്കുകയും ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുകയും ക്രിമിയ പിടിച്ചടക്കുകയും അല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ വിഷയം മുന്നോട്ട് പോകുന്നത്. അതിന് പിന്നീട് ഒരു ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ പല മാനങ്ങൾ സെലൻസ്കി ആണെങ്കിലും പുടിനാണെങ്കിലും എല്ലാം നൽകുന്നുണ്ട്. അത് പക്ഷേ വളരെ കോംപ്ലക്സ് ആണ്. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. സാർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ പാശ്ചാത്യ മുതലാളിത്തത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ട്രംപ് ഈ രണ്ടാമത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 72 മണിക്കൂറിനകം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം 72 മണിക്കൂറിന് ഉള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മാസത്തോളമായി നിലവിൽ യാതൊരു തരത്തിലുള്ള ഒരു എസ്കലേഷൻ തടയാനായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അത് ട്രംപിൻ്റെ പല പ്രസ്താവനകളും ഇതുപോലെ പലപ്പോഴും കഴമ്പില്ലാതായി മാറുന്നു എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാനഡയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പലസ്തീൻ യുദ്ധത്തെ സംബന്ധിച്ച് ഗാസയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഇതൊക്കെ ഒരു തരത്തിലും നടപ്പാവും എന്ന് വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സെലൻസ്കി ട്രംപിനെ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സെലൻസ്കിയോട് അദ്ദേഹം അല്പം റൂഡായിട്ട് പെരുമാറുകയും അതേ തുടർന്ന് ആ തരത്തിലൊരു പ്രശ്നം വരികയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് പലരും വിലയിരുത്തിയത് അന്തർദേശീയ സാഹചര്യം മാറാൻ വേണ്ടി പോകുന്നു, ട്രംപ് ഇനി റഷ്യയ്ക്കൊപ്പം ആയിരിക്കും, ഇവർ ചേർന്ന് പുതിയ എന്തൊക്കെയോ പദ്ധതികളാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അതായത് പിന്നീട് ഈ ധാതു നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കരാറുമായിട്ടുള്ള ചർച്ച വന്ന സമയത്ത് പിന്നീട് ഇതെല്ലാം മാറുകയും ആ കരാറിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് യുക്രൈൻ ആ കരാറ് അമേരിക്ക പറയുന്ന രീതിയിൽ പരമാവധി ആ ഒരു കരാറിലേക്ക് വരുമ്പോൾ ധാതു നിക്ഷേപങ്ങളുടെ ഒരു ഉടമസ്ഥാവകാശം തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അമേരിക്ക ആയുധം കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു. ആ ഇടക്കാലത്ത് വെച്ച് റഷ്യയെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറയുന്നു, പുടിനെ കുറിച്ച് കമൻറ്റ് പറയുന്നു, ചിലപ്പോൾ ഇത് വേണ്ട രീതിയിൽ ചില സമയത്ത് യുക്രൈനെ വിമർശിക്കുന്നു. ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ബിസിനസ് ഡീൽ പോലെയാണ് പലപ്പോഴും
ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് ട്രംപ് സെലൻസ്കിയോട് എന്തുകൊണ്ട് അത്ര അങ്ങനെ റൂഡായിട്ട് സംസാരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു മിനറൽ ഡീലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ, അതായത് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു ഡീല് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള ചില സന്ദേശങ്ങൾ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല, കോൺക്രീറ്റ് ആയിട്ട് ഒരു കാര്യവും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇതുവരെ യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ റഷ്യ പറയുന്ന പല കൺസേണുകളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ന്യായമായിട്ടും അത് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പല വിഷയങ്ങളും ആ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ യുക്രൈൻ പറയുന്ന അത് അവരുടെ കൺസേണുകളാണെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനോടെല്ലാം വിമുഖത നിലനിർത്തുകയും അതോടൊപ്പം ഈ കോൺഫ്ലിക്റ്റ് ഇതിങ്ങനെയൊക്കെ തുടർന്ന് പോയിക്കോട്ടെ, ഇതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിൽ വളരെ ഒരു ക്യാപിറ്റലിസ്റ്റ് ലോജിക്കൽ പലപ്പോഴും ട്രംപും അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡും ചിന്തിക്കുന്നത് പോലെയും അനുഭവപ്പെടുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ ഈ സവിശേഷതയെ പറ്റി നമ്മൾ പറഞ്ഞു, അതായത് ഒരു കാര്യത്തിലും ഒരു സ്ഥിരതയില്ല എന്നുള്ളത്. പക്ഷേ ഈ റഷ്യ അമേരിക്ക ബന്ധം അത്ര അടുത്തതല്ലെങ്കിലും പുടിനും ട്രംപും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം പക്ഷേ അതിനൊരു വിപരീതമായിട്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് റഷ്യ വെറും കടലാസിലെ പുലികളാണ്, അതിന് റഷ്യ സാമ്പത്തികമായി തകരുകയാണ്, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ റഷ്യക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റഷ്യ പുടിൻ ബന്ധം തകരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ട് ഈ ഒരു ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ കൊണ്ട് മാത്രം? അത് ഏതെങ്കിലും തരത്തിൽ ഈ ഇവരുടെ ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്? അത് പറഞ്ഞതുപോലെ വളരെ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് ഇതാണ് പറഞ്ഞതെങ്കിൽ നാളെ ട്രംപ് ഇതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കമൻ്റ് ആയിരിക്കാം ട്രംപ് പറയാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ പുടിനെ പ്രശംസിച്ചു എന്നിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും എന്താ പറയുന്നത് സെലൻസ്കിയെ തള്ളിപ്പറഞ്ഞു എന്നിരിക്കാം. ഇത് ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. അതായത് ഒരു ബിസിനസ്മാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡീലുകൾ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം പറയുന്നു എന്നുള്ളൊരു രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വലിയൊരു കഥ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധം എന്നെല്ലാം പറയുന്നത്, ഇപ്പോൾ ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതിന് ശേഷം ഇന്ത്യയെ ഒരുപാട് സഹായിക്കുമെന്നും അതുവഴി ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും. പക്ഷേ അത് വെറുതെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണവർഗം ട്രംപിന് വേണ്ടി നിലകൊണ്ടതും അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തപ്പോഴും എല്ലാം പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചതുപോലെ യാതൊന്നും തന്നെ ഇങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, അത് സാങ്ഷൻസും ഉപദ്രവങ്ങളുമായിട്ടാണ് പിന്നീടുള്ള പല റിയാക്ഷൻസും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നാളെ എന്തായിട്ട് മാറും? ഇപ്പോൾ റഷ്യയെ അതുപോലെ ടാർഗറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം റഷ്യയുടെ ഒരു സിസ്റ്റം വളരെ വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മാത്രമല്ല, അവരിപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെ അകത്ത് തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് ഓവർകം ചെയ്യുന്ന, ഈ ക്രൈസിസ് ഓവർകം ചെയ്യുന്ന ഒരു മെക്കാനിസത്തിൽ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇത്രയും സാധ്യതകളുള്ള വലിയൊരു രാജ്യം, ഇത്രയും വലിയൊരു മിലിറ്ററി പവറൊക്കെ ആയിട്ടുള്ളൊരു രാജ്യത്തെ പെട്ടെന്ന് മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തി വൈദ്യുതിക്ക് കൊണ്ടുവരാനും സാധിക്കും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ബന്ധമോ ഒരു അത്തരത്തിലുള്ള ഒരു റിലേഷനോ ട്രംപും പുടിനുമായിട്ട് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അവർ തുടർന്ന് പോകുമെന്നോ ഒന്നും ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പോൾ ഈ ഇന്ത്യയെ പറ്റി സാർ ഇപ്പോൾ ഇതിനിടയ്ക്ക് പരാമർശിച്ചിരുന്നു. അപ്പം വളരെയധികം മോദിയോട് അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്, മോദി ശ്രമിച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തിനൊരു പരിസമാപ്തി കണ്ടെത്താമെന്നൊക്കെ ആയിരുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം ഡയറക്റ്റായിട്ട് തന്നെ ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സിലുണ്ടായിരിക്കുന്ന താരിഫ് മൂലം. അപ്പം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഇതുവരെയുള്ള ഒരു ഇടപെടലുകളിൽ അങ്ങനെ വലിയൊരു സാധ്യത നമ്മൾക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അത് പല ഇതിലിപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചു, യുക്രൈൻ സന്ദർശിച്ചു, അത്തരത്തിലുള്ള പല വാർത്തകളും എല്ലാം വന്നു. പക്ഷേ ഇതിൽ അതായത് ഇത്തരത്തിലൊരു സമാധാന ശ്രമങ്ങളോ അല്ലെങ്കിൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ നിന്നും ഉയർന്നു വന്നതായിട്ട് ഇതുവരെ അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളൊന്നും നമ്മൾക്കില്ല. പിന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വേദികളിലൊന്നും തന്നെ ഇന്ത്യ റഷ്യയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഒരിക്കലും റഷ്യയെ പരസ്യമായിട്ട് വിമർശിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇതിനുശേഷം റഷ്യ സംഘടിപ്പിച്ച പല പരിപാടികളിലും, ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ 80ാം വാർഷികം റഷ്യ വലിയ ആഘോഷപൂർവ്വം റഷ്യ നടത്തിയ സമയത്ത് ഇന്ത്യയിലെ റഷ്യൻ എംബസിയിൽ പോയി
ആ പ്രോഗ്രാമിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ സംസാരിക്കാനായിട്ട് നമ്മളുടെ വിദേശമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളോടും റഷ്യയുമായിട്ട് ഇന്ത്യ സഹകരിച്ചാണ് നിൽക്കുന്നത്. റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുവെന്നും റഷ്യയുടെ യുക്രൈൻ വാറിനെ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞപ്പോഴും ഈ പറയുന്ന താരിഫ് വാർ ഇന്ത്യക്കെതിരെ വന്ന സമയത്തുമൊക്കെ ഇന്ത്യ അത്തരത്തിൽ നിന്നും പിന്മാറാനോ കാര്യങ്ങൾക്കൊന്നും ഇന്ത്യ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഈ ഒരു റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഭരണകൂടങ്ങളെല്ലാം മാറി മറിഞ്ഞ് വരുമ്പോൾ പോലും അത് സോവിയറ്റ് കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെല്ലാം നിലനിന്നോ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ തത്വത്തിൽ റഷ്യയെ വിമർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ കൂടെയാണ് തത്വത്തിൽ എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മറ്റൊരു മാനം നമുക്കതിന് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ രീതിയിൽ വെസ്റ്റേൺ യൂറോപ്പിലായാലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടയിലായാലും അവർക്ക് നമ്മൾ അനഭിമതരാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രീതിയിൽ അത് ഓയിൽ പ്രൊഡക്റ്റിലും മറ്റുള്ള റഷ്യയുടെ അടുത്ത് നിന്ന് വളരെ വില കുറഞ്ഞ രീതിയിൽ അത് വാങ്ങിക്കുകയും അത് വലിയ ബിസിനസ് ഡീലിൽ യൂറോപ്പ് അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് മറച്ചു വെക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും അത് ഇവിടുത്തെ ഭരണവർഗത്തിനും കോർപ്പറേറ്റുകൾക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറ്റാനും ഒക്കെ ഇന്ത്യൻ ഭരണകൂടത്തിന് പല സാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കൊരു മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള ഒരു സാധ്യതകളൊന്നും അങ്ങനെ മറ്റൊരു രീതിയിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇനി അതിനൊരു വലിയൊരു സാധ്യതയുണ്ടെന്ന് തോന്നുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ യുക്രൈൻ ആണെങ്കിലും പരിഗണിക്കുന്നത് ഇന്ത്യയെ റഷ്യക്കൊപ്പം നിൽക്കുന്ന ഒരാൾ എന്നൊരു രീതിയിൽ തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ അങ്ങനെയാണ് കാണുന്നത്, US അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സാധ്യതകളും ആ ഒരു തരത്തിൽ പരിമിതമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സാർ, ഇപ്പോൾ ഈ യുക്രൈനെ പറ്റി പറയുമ്പം നമ്മളിപ്പം എല്ലാവരും പറയുന്നുണ്ട് യുക്രൈനിൽ വലിയ രീതിയിലൊരു നിയോ നാസി അനുഭാവം ഉണ്ടായി വരുന്നുള്ളൂ. പക്ഷെ അതിനും ഒരു ചരിത്രമുണ്ടല്ലോ. അതായത് സോവിയറ്റ് കാലം മുതൽ ഉക്രൈനിൽ ഈ പറയുന്ന നാസി സപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം എന്നുള്ള രീതിയിലുള്ളത്, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന യുക്രൈനിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു നാസി അനുഭാവം വളർന്നു വന്നത്? അതായത് യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യുക്രൈൻ്റെ ഒരു ചരിത്രം ഈ പറയുന്ന യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഒന്ന്, കീവൻ റൂസ് എന്ന് പറയുന്ന 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഈ പ്രദേശത്തെ ആദ്യത്തെ രാജ്യം എന്നൊരു രീതിയിൽ അതിൻ്റെ കേന്ദ്രം കീവ് ആയിരുന്നു. ദ്നീപ്പർ നദിയുടെ കരയിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു പട്ടണമായിട്ടുള്ള കീവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ കീവൻ റൂസ് എന്ന് പറയുന്ന രാജ്യം ഉയർന്നു വരുന്നത്. ഒരു 13-ാം നൂറ്റാണ്ട് വരെ ആ രാജ്യം വളരെ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഒരു ചരിത്രം മുതലേ ഇപ്പോൾ പുടിനായാലും സെലൻസ്കി ആയാലും ഒക്കെ ഇത് ഈ ചരിത്രം ഞങ്ങളുടേതാണ് എന്നൊരു രീതിയിൽ സ്ഥാപിക്കുന്ന രീതിയിൽ അവകാശവാദങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് പഴയ ചരിത്രമുണ്ട്. അത് ക്രിമിയ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ പ്രദേശമായി കഴിഞ്ഞാലും ഒക്കെ ഒരുപാട് അതിനേക്കാൾ മുമ്പ് ഗ്രീക്ക്, റോമൻ, ബൈസൻറ്റൈൻ എംപയർ, ഓട്ടോമൻ എംപയർ, താത്താർ ട്രഡീഷൻസ് ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ക്രിമിയയിലാണെങ്കിലും വലിയൊരു ശതമാനം മുസ്ലിം മതം പിന്തുടരുന്ന ജനങ്ങൾ ഒരു കാലഘട്ടം വരെ അവിടെ ഉണ്ടായിരുന്നു. 1783 വരെ അന്നത്തെ കാതറിൻ ദ ഗ്രേറ്റ്, റഷ്യൻ ചക്രവർത്തിനിയായിട്ടുള്ള കാതറിൻ ദ ഗ്രേറ്റ് ക്രിമിയ പിടിച്ചടക്കുന്നത് വരെ ഇതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അത് ഇങ്ങനെയല്ല, നമ്മളിന്ന് കാണുന്ന പോലെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശം യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ്. അതിനു മുമ്പ് യുക്രൈൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രാജ്യമില്ല. കാരണം യുക്രൈൻ്റെ കുറേ ഭാഗങ്ങൾ പോളണ്ടിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നു. പല ഭാഗങ്ങൾ ചിതറിയാണ് കിടക്കുന്നത്. പല ഭാഗങ്ങൾ റഷ്യയുടെ തന്നെ ഭാഗമാണ്, റഷ്യൻ എംപയറിൻ്റെ ഭാഗമാണ്. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇത് റഷ്യൻ വിപ്ലവം നടക്കുന്നതോടുകൂടി ലെനിനാണ് യഥാർത്ഥത്തിൽ ദേശീയതകളുടെ സ്വയംനിർണ്ണയാവകാശത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും അത് ലെനിനും റോസ ലക്സംബർഗും സെക്കൻഡ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സെക്കൻഡ് ഇൻ്റർനാഷണലിൽ നടക്കുന്ന വലിയൊരു സംവാദവുമല്ല ഈ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ യുക്രൈൻ ഭാഷ സംസാരിക്കുന്ന യുക്രൈനിയൻ സാംസ്കാരിക സവിശേഷതകളുള്ള ആളുകളുടെ ഒരു രാജ്യം അത്തരത്തിൽ നിർമ്മിക്കുന്നത് ലെനിനാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വലിയ കെടുതികളുണ്ട്. പിന്നെ പോളണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഫിൻലൻഡ് അടക്കമുള്ള പല പ്രദേശങ്ങളും ഈ റഷ്യൻ എംപയറിൻ്റെ കോളനികളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റഷ്യൻ സാമ്രാജ്യത്വം
ത്തിൻ്റെ പതനമുണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നീട് പുതിയ പോളണ്ടിന് അവർക്ക് ഈ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ പ്രകാരം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, ഫിൻലൻഡിന് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ ഈ യുക്രൈൻ എന്ന് പറയുന്ന പ്രദേശം പിന്നീട് യുക്രൈനിയൻ സാംസ്കാരിക സവിശേഷതകളുള്ള ഈ പ്രദേശം ആകെ കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു യുക്രൈനിയൻ SSR പിന്നീട് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുന്നതോടെ അങ്ങനെ രൂപീകരിക്കുന്നത് ലെനിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പല പല മുന്നേറ്റങ്ങളും പല പല സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ചരിത്രം കൂടിയുണ്ട്. ഉദാഹരണത്തിന് യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ലവീവ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പഴയ കാലം മുതലേ ഈ തീവ്ര വലതുപക്ഷ മുന്നേറ്റങ്ങൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം അവിടുത്തെ സ്റ്റെപ്പാൻ ബന്ദേര എന്ന് പറയുന്ന അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു ഐഡിയോളോഗായിട്ടുള്ള പഴയൊരു നേതാവാണ്. അദ്ദേഹം ഒരു സ്വതന്ത്ര യുക്രൈനിയൻ സ്വത്വം കേന്ദ്രീകരിച്ച് അവിടെ ജൂതർക്കോ റോമ വംശജർക്കോ റഷ്യൻ വംശജർക്കോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കോ ആർക്കും ഈ പറയുന്ന ഒരു പ്യുവർ യുക്രൈനിൽ അവർക്കാർക്കും ഒരു സ്ഥാനമില്ല എന്നും അത് പൂർണ്ണമായിട്ട് യുക്രൈനിയൻ സ്വത്വത്തിൻ്റെ ഒരു വളരെ പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്യുവറായിട്ടുള്ള ഒരു യുക്രൈനിയൻ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന യുക്രൈൻ രാജ്യം രൂപീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഈ പറയുന്ന ഈ തീവ്ര വലതുപക്ഷ മുന്നേറ്റം ഹിറ്റ്ലർ യുക്രൈനിയനിലേക്ക് സ്വാഗതം ചെയ്യുകയും വളരെ പരസ്യമായിട്ട് തന്നെ അവരോട് സംഘം ചേരുകയും അത്തരത്തിൽ ജൂതക്കൊലകളൊക്കെ വളരെ ഭീകരമായിട്ട് യുക്രൈനിൽ നടത്തുകയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യുകയും മറ്റ് ജൂതരെ മാത്രമല്ല മറ്റ് റോമവംശജരടക്കം മറ്റ് പലരെയും ഇല്ലായ്മ ചെയ്യുകയും എല്ലാം ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ജർമ്മനിക്ക് പരാജയം സംഭവിക്കുമ്പോൾ അവരുടെ മൂവ്മെൻറ്റും അതിന് പുറകോട്ട് പോകുന്നൊരു കാഴ്ചയാണ്. മാത്രമല്ല ഈ സ്റ്റെപ്പാൻ ബന്ദേരയുടെ അദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ ഒരുപക്ഷെ ഈ നാസികൾക്ക് വരെ പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ക്രൂരതയിലേക്ക് അത് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇദ്ദേഹത്തിന് കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ നാസികളും തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ഫോർ യുക്രൈനിയൻ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയെല്ലാം അത് 1929 രൂപീകരിക്കപ്പെട്ടതാണ്. അതെല്ലാം ഹിറ്റ്ലർ അതിലെ അംഗങ്ങളെയും ഇദ്ദേഹത്തിനെല്ലാം അവിടെ ജർമ്മനിയിൽ തടവിലാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പോൾ ഈ തീവ്ര വലതുപക്ഷ മുന്നേറ്റം എന്ന് പറയുന്നത് പഴയ കാലം മുതലേ ഈ പറയുന്ന യുക്രൈൻ്റെ വെസ്റ്റേൺ യുക്രൈൻ കേന്ദ്രീകരിച്ചും അതുപോലെ യുക്രൈൻ്റെ പല ഭാഗത്തുമായിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ പല പല തീവ്ര വലതുപക്ഷ സംഘടനകൾ വളരെ സജീവമാണ് യുക്രൈനിൽ. അവരെല്ലാവരും ഈ സ്റ്റെപ്പാൻ ബന്ദേരയുടെ ആശയധാര പിന്തുടരുകയും സ്വസ്തിക ഉള്ള കൊടി, അത് ചുവപ്പും കറുപ്പും നിറമുള്ള കൊടികളും അതുപോലെ മഞ്ഞ ഫ്ലാഗിൽ സ്വസ്തിക അടയാളപ്പെടുത്തിയിട്ടുള്ള അത്തരത്തിൽ Z എന്നെല്ലാം ഉള്ള ഒരു രീതിയിൽ പല അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് സിമ്പലുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലാഗുകളും മറ്റും കൊണ്ടുവന്ന് അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നയിക്കുന്ന ആളുകളുണ്ട്. അതിൽ സോബോഡ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, റൈറ്റ് സെക്ടർ, C14, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഘടനകളുണ്ട്. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഈ വിക്ടർ യൂഷ്ചെങ്കോയും അതുപോലെ പെഡ്രോ പൊറോഷെങ്കോ പിന്നീട് വന്ന സെലൻസ്കിയൊക്കെ ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക മിലിറ്ററി റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വലതുപക്ഷ മിലിറ്റൻ്റ് സംഘടനകളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ കമാൻഡർമാർക്ക് നാഷണൽ ഹീറോ പദവി കൊടുത്ത് അവരെ ആദരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പാൻ ബന്ദേര എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്നൊരു നാസി നേതാവിനെ അദ്ദേഹത്തിനെയും ദേശീയ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദവി നൽകി അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പെഡ്രോ പൊറോഷെങ്കോ ഇത് വിക്ടർ യാനുക്കോവിച്ച് ഇത്തരത്തിലുള്ള വലതുപക്ഷ പൂജ നിർത്തലാക്കാനും ഇത് അവസാനിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. പക്ഷേ യൂറോമൈദാൻ സമരത്തിന് ശേഷം പെഡ്രോ പൊറോഷെങ്കോ അധികാരത്തിൽ വന്നതിന് ശേഷം ഉടനെ തന്നെ കീവ് സിറ്റി കൗൺസിൽ ചെയ്തത് ആദ്യമായിട്ട് അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീവിലെ മോസ്കോ അവന്യൂവിൻ്റെ പേര് മാറ്റി അതിന് സ്റ്റെപ്പാൻ ബന്ദേര അവന്യൂ എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ ഈ ലവീവിലെ പ്രാദേശിക ഭരണകൂടം ചെയ്തത് 2019 എന്ന് പറയുന്ന വർഷം സ്റ്റെപ്പാൻ ബന്ദേരയുടെ വർഷമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപനം നടത്തുകയെല്ലാം ചെയ്തു. അപ്പോൾ ഇതിനെതിരെ പോളണ്ടും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഔദ്യോഗികമായിട്ട് പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പോളിഷ് ജനതയെ വംശഹത്യ നടത്തിയ ആളാണ്, ജൂത ജനതയെ വംശഹത്യ നടത്തിയ ആളാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്ര വലതുപക്ഷ മുന്നേറ്റം എന്ന് പറയുന്നത് അതിന് ഈ പറയുന്ന കാലഘട്ടം മുതലേ അതിന് വേരുകൾ അവിടെ ഉണ്ടെന്നും അത് സോവിയറ്റ് പീരീഡിൽ അതിൻ്റെ ഒരു ഡെഡ് സ്റ്റേജിൽ അതിങ്ങനെ നിൽക്കുകയായിരുന്നെന്നും പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ വളർന്നു വരാൻ ശ്രമിക്കുകയും അവിടുത്തെ പ്രോ വെസ്റ്റേൺ
വലതുപക്ഷ ഭരണകൂടങ്ങൾ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ചെലവും കൊടുക്കുകയും അവരെ ഔദ്യോഗികമായിട്ടുള്ള വേദികളുടെ തന്നെ ഭാഗമാക്കി മാറ്റുകയെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇന്ന് അവിടെ നടക്കുന്ന നിയോനാസി മൂവ്മെൻറ്റ്. അതിനെതിരെ അത് ഈ അവിടുത്തെ റഷ്യൻ ന്യൂനപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സാർ, ഇപ്പോൾ ഈ ഉക്രൈനിലെ ഈ നിയോനാസികളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഉക്രൈനിൽ ഒരേ സമയത്ത് ഈ പറയുന്ന പോലെ റഷ്യൻ സപ്പോർട്ടേഴ്സും ഉണ്ടെന്നുള്ളൊരു സത്യം. ലുഹാൻസ്കിലാണെങ്കിലും ഡൊണറ്റ്സ്കിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു റഷ്യൻ വികാരമുണ്ട്. ഈ അടുത്ത് നടന്ന പോളുകളിലും അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യം സംഭവിച്ചത്? അതായത് ഈ യുക്രൈനിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രോ റഷ്യൻ വികാരം ഉയർന്നു വന്നിട്ടുള്ളത്? അതായത് ഈ പറയുന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ പലതിൻ്റെ, അതിപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങളായാലും യുക്രൈൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ബെലാറൂസ്, മൊൾഡോവ, നമ്മൾ ഈ പറയുന്ന പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഈ രാജ്യങ്ങൾ, അതിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബൗണ്ടറികൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയേ ആയിരുന്നില്ല. ഇപ്പോൾ പഴയ കാലഘട്ടം പറയുമ്പോൾ ഇപ്പോൾ കീവൻ റൂസ് മുതൽ ഇങ്ങോട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിബേറ്റ് നടത്തുന്നുണ്ട്. പക്ഷെ അന്ന് റഷ്യ എന്നുള്ളൊരു പേരില്ല, യുക്രൈൻ എന്നുള്ളൊരു പേര് പോലും ഇല്ല. ഇത് സംസ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെ ഉയർന്നു വരുന്നതും, പിന്നെ അതുപോലെ ഈ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ എല്ലാം പറയുന്നത് പോലെ ദേശീയത എന്ന് പറയുന്ന ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസാണ്. നമ്മളൊരു സാങ്കല്പിക സമൂഹങ്ങളെ നമ്മൾ ഭാവനയിൽ സൃഷ്ടിക്കുകയും പിന്നീട് ആ സാങ്കല്പിക സമൂഹമായിട്ട് മാറാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളിലൂടെയൊക്കെയാണ് അത്തരത്തിലൊരു ദേശീയത ഉയർന്നു വരുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് ഈ ക്രിമിയ എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെ ആദ്യകാലത്തുണ്ടായിരുന്ന ഇപ്പോൾ പോലെ ക്രിമിയൻ താത്താർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ഇസ്ലാമിക് ട്രഡീഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രഡീഷൻ മാറുന്നത് 1783 അന്നത്തെ റഷ്യൻ ചക്രവർത്തിനിയായിട്ടുള്ള കാതറിൻ ദ ഗ്രേറ്റ് ഈ ക്രിമിയ ഓക്യുപ്പൈ ചെയ്യുന്നതോടുകൂടിയാണ് ഓട്ടോമൻ എംപയറിൻ്റെ തകർച്ചയും അതിനുശേഷം ക്രിമിയ ഇവർ ഓക്യുപ്പൈ ചെയ്യുന്ന അതിലൂടെ പിന്നീട് അവിടെ മാറുകയാണ്. ക്രിമിയൻ താത്താർസ് അവരുടെ സംസ്കാരം മാറുന്നു. ഇത് ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ പല രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പേഗൻ റിലീജിയൻ തകർത്തുകൊണ്ടാണ് 10ാം നൂറ്റാണ്ടിൽ അന്നത്തെ വ്ളാഡിമിർ ചക്രവർത്തി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് മുകളിലേക്ക് അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അന്ന് പേഗൻ ആരാധനാലയങ്ങൾ തകർത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ വിശ്വാസികളായിട്ട് നിൽക്കുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് തന്നെ മറ്റൊരു വിശ്വാസ സംഹിതയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. ക്രിമിയൻ താത്താർസ് അവർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട് മറ്റു പല പ്രദേശങ്ങളിലേക്ക്. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജഭരണത്തിൻ്റെ സമയത്തൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഇപ്പോൾ നമുക്ക് ആരിലും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അന്ന് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഈ റഷ്യൻ വംശജരായിട്ടുള്ള ആളുകൾ പിന്നീട് ഈ സോവിയറ്റ് യൂണിയൻ ഒരു രാഷ്ട്രമായിരിക്കെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും അതുപോലെ പഴയ റഷ്യൻ എംപയറിൻ്റെ കാലത്തും റഷ്യൻ സാമ്രാജ്യം നിലനിന്ന കാലത്തും ഈ പറയുന്ന ജനത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുകയും പല റഷ്യക്കാരും പല സ്ഥലത്ത് പോയിട്ട് താമസിക്കുകയും പിന്നീട് ഈ രാഷ്ട്രത്തിൻ്റെ ഘടന മാറുകയും അതൊരു പുതിയ രാഷ്ട്രമായിട്ട് മാറുകയും സോവിയറ്റ് യൂണിയൻ വരുന്നു. പിന്നീട് അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നതെല്ലാം സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെയെല്ലാം പിന്നീട് ഈ വന്നുപോയ ആളുകൾക്ക് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനില്ല. കാരണം അവർ പാരമ്പര്യമായിട്ട് പല തലമുറകളായിട്ട് അപ്പോഴേക്കും അവിടെ അധിവസിക്കുന്ന ജനതയായിട്ട് മാറി. പിന്നെ യുക്രൈൻ്റെ തന്നെ ആണെങ്കിലും അതിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളെല്ലാം പണ്ട് കാലത്ത് റഷ്യയുടെ ഭാഗം തന്നെ ആയിട്ടുള്ള അതാണ്. ഇപ്പോൾ ക്രിമിയ അടക്കമുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡോണസ്ക്, ലുഹാൻസ്ക് പറയുന്ന പ്രദേശങ്ങളൊക്കെ റഷ്യൻ സാംസ്കാരിക ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള പല പ്രദേശങ്ങളും ഒക്കെയാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ അത് പിന്നീട് യുക്രൈൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇപ്പോൾ ക്രിമിയ കാതറിൻ ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം പിന്നീട് 1954 അന്ന് സോവിയറ്റ് യൂണിയനിൽ നിക്കിത ക്രൂഷ്ചേവ് ഭരണപരമായിട്ടുള്ള പരിഷ്കാരം എന്ന പേരിൽ ഈ ക്രിമിയ യുക്രൈൻ SSRൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അപ്പോൾ അന്നും ചെറിയ പ്രതിഷേധം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു രാജ്യമായതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഉയർന്നു വരുന്നില്ല. അപ്പോൾ യുക്രൈനോട് ഈ സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് തന്നെ മറ്റൊരു പ്രദേശം റഷ്യൻ SSRൻ്റെ ഭാഗമായിരുന്നത് യുക്രൈനിയൻ SSRനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ള ഭരണപരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം 1991 യെൽസിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അതായത് അപ്പോൾ ക്രിമിയയിൽ നിലവിൽ തന്നെ ഈ റഷ്യക്കൊപ്പം നിൽക്കണമെന്നൊരു വികാരം അവിടെ റഷ്യൻ സാംസ്കാരിക ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വികാരം അവിടെ പ്രകടിപ്പിക്കുകയും, എന്നാൽ യെൽസിനെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ അവസാനിപ്പിച്ച് റഷ്യയുടെ ഭരണം ഏറ്റെടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹം പിന്നീട് ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അത് എന്ത് വേണമെങ്കിലും ആയിക്കോ, എനിക്ക് അത് പ്രത്യേകിച്ച് ഒന്നും അതിൽ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലെന്നൊരു പൊസിഷൻ എടുത്തു. അതുകൊണ്ട് അത് യുക്രൈൻ്റെ ഭാഗമായിട്ട് തന്നെ തുടരുകയും എല്ലാം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് പല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റഷ്യൻ ന്യൂനപക്ഷം ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ബാൾട്ടിക് സ്റ്റേറ്റ്സ്, ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ, ഈ പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും വലിയ ന്യൂനപക്ഷം, സാംസ്കാരിക ന്യൂനപക്ഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ന്യൂനപക്ഷം തന്നെയാണ്. പലതിലൊന്നും 4/1 ജനത ഈ പറയുന്ന പല രാജ്യങ്ങളിലും റഷ്യൻ ന്യൂനപക്ഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ യുക്രൈനിലെ 30% വരുന്ന ജനതയാണ് റഷ്യൻ ന്യൂനപക്ഷം, റഷ്യൻ സാംസ്കാരിക ന്യൂനപക്ഷം. അപ്പോൾ തന്നെ അത് വലിയൊരു ശതമാനം വരുന്ന ജനതയായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷേ ഇവരാരും റഷ്യക്കാരല്ല, അതത് രാജ്യങ്ങളിലെ റഷ്യൻ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളാണ് അവർ. അവർക്ക് ഇപ്പോൾ റഷ്യയിലേക്ക് തിരിച്ചു പോകാൻ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം അവർക്ക് വേറെ ഒന്നുമില്ല, അവർ തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നവർ. പക്ഷേ ഇതിനെ ചൊല്ലി ഇതുപോലെ തന്നെ പോളിഷ്, അതായത് പോളണ്ട് ഒരു കാലത്ത് പോളിഷ് എംപയർ വളരെ ശക്തമായിരുന്ന സമയത്ത് അവർ വന്ന് പോളണ്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച ജനത ഉണ്ട്. ഇവിടെ ഈ പറയുന്ന ബാൾട്ടിക് രാജ്യങ്ങളിലുണ്ട്, യുക്രൈനിൽ അവരെ കാണും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോളിഷ് മൈനോറിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ ജനതയെ, അതായത് ഏറ്റവും വലിയ മൈനോറിറ്റി റഷ്യൻ ജനത ആയതുകൊണ്ട് പിന്നെ അവരെ കേന്ദ്രീകരിച്ച് മറ്റൊരു രീതിയിലുള്ളൊരു രാഷ്ട്രീയം ഉയർന്നു വരികയും പിന്നെ അവരെ അപരവൽക്കരിക്കുകയും അത് എന്താ പറയുന്ന ഒരു ഭൂരിപക്ഷ ദേശീയതയുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു സത്യാനന്തര ലോകത്ത് എങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് വലിയൊരു പ്രശ്നമായിട്ട് ഉയർന്നു വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് പിന്നീട് യുക്രൈനിൽ വരുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ റഷ്യൻ ലാംഗ്വേജ് അവിടെ നിരോധിക്കപ്പെടുന്നു, റഷ്യൻ സാംസ്കാരിക സവിശേഷതകളുള്ള പരിപാടികൾ നിരോധിക്കപ്പെടുന്നു. അങ്ങനെ റഷ്യൻ എന്ന് പറയുന്ന എല്ലാം നിയമം മൂലം നിരോധിക്കപ്പെടുന്ന പലൊരു അവസരത്തിലേക്ക് വരുമ്പോൾ റഷ്യൻ ജനത സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കുന്നു. അത് ഒരവസരമായി കണ്ടുകൊണ്ട് തന്നെ അത് അവരടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ ന്യൂനാസി സംഘങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സെലൻസ്കിയുടെ ഭരണകൂടം ശ്രമിക്കുന്നു. അപ്പോൾ ഇത് പിന്നീടൊരു വലിയൊരു ദേശീയ പ്രശ്നമായിട്ട് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊരു വിഘടനവാദം കൂടി അവിടെ വലിയ ശക്തമായിട്ട് ഉയർന്നു വന്നു. ക്രിമിയയിൽ നടക്കുന്ന വോട്ടെടുപ്പ്, റഷ്യ അനക്സ് ചെയ്യുന്നതിന് മുമ്പ് നടന്ന റഫറണ്ടത്തിൽ 97% പേരാണ് റഷ്യയുടെ കൂടെ പോയാൽ മതി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഡോണസ്കിലും ലുഹാൻസ്കിലും ഒക്കെ റഷ്യക്കൊപ്പം ചേരണമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ മൂവ്മെൻ്റ് ഉണ്ടായി. കാരണം ആ മൂവ്മെൻറ്റിൻ്റെ യഥാർത്ഥത്തിൽ യുക്രൈൻ ഭരണകൂടത്തിൻ്റെ പ്രവർത്തികളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ്, ഒരു ഉപോൽപ്പന്നമായിട്ടാണ് ഈ മൂവ്മെൻറ്റ് ഉയർന്നു വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതാണ്. സാർ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ റഷ്യ ഉക്രൈൻ യുദ്ധം വേറൊരു രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഒന്നാമത് റഷ്യൻ മിലിറ്ററി ഈ പറയുന്ന ബാൾട്ടിക് രാജ്യങ്ങളുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നാറ്റോ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ റഷ്യ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ സിവിലിയൻ ബേസുകൾ പോലും മിലിറ്ററി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു വലിയ രീതിയിലേക്കുള്ള നാറ്റോ വേഴ്സസ് റഷ്യ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ? കാരണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം തന്നെ നാറ്റോ റഷ്യ യുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം യുക്രൈന് ഇത്രത്തോളം കാലം സ്വതന്ത്രമായിട്ട് റഷ്യയോട് ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഒന്നും അത്തരത്തിലില്ലാത്തൊരു രാജ്യമാണ്. അവരെ നാറ്റോ സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എയർ സ്പേസിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടായി എന്ന് പല രാജ്യങ്ങളും പറയുന്നു. അത് ഉണ്ടായിട്ടില്ല, അത് അങ്ങനെ ഉണ്ടാവാതെ അത് പാകം ചെയ്തു വരുന്ന വാർത്തകളാണെന്നുള്ളൊരു രീതിയിൽ റഷ്യ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിർത്തുക, ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നിലനിർത്തുകയും അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം നിലനിന്ന് പോവുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു താല്പര്യം തന്നെയാണ് നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് വലിയ തണുപ്പുള്ള പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഈ എനർജിയുടെ മെറ്റീരിയൽസ് പലതും അവർ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്കാണ് ബാൾട്ടിക് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ റഷ്യയെ പൂർണ്ണമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരത് പൂർണ്ണമായിട്ട് റഷ്യയിൽ നിന്നത് വാങ്ങാതെയായി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായാലും ബാൾട്ടിക് രാജ്യങ്ങളായാലും എല്ലാം അത് വാങ്ങാതെയായി. അത് വാങ്ങാതിരിക്കുന്നതിന് പകരം അവർ പിന്നീട് ആശ്രയിക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ മുമ്പ് കൊടുത്തിരിക്കുന്ന വിലയിൽ നിന്ന് ഇരട്ടിയിലധികം അത് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇറാസ്മസ് സ്കോളർഷിപ്പ് കിട്ടിയതിന് ശേഷം ഒരു സ്റ്റുഡൻ്റായിട്ട് ഒരു ചെറിയ കാലഘട്ടത്തിൽ ബാൾട്ടിക് രാജ്യങ്ങളിലുണ്ടായിരുന്ന, ലിത്വാനിയയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ഞാനവിടെ പോയത് 2019 അതിനുശേഷം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ സാധനങ്ങൾക്കും മറ്റും വന്ന വിലക്കയറ്റം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ 4-5 മടങ്ങായിട്ട് വർദ്ധിക്കുക. അതുപോലെ ഭക്ഷണം, ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ച മുമ്പ് ഉള്ളതിനേക്കാൾ 2-3 മടങ്ങ് അധികം പണം ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരിക. ഈ ചെലവ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഇതിൽ ആരുടെ ബിസിനസ് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ.
അപ്പോൾ അതിൽ ഇപ്പോൾ ജെഫ്രി സാക്സിനെ പോലെയുള്ള പണ്ഡിതരെല്ലാം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂറോപ്പ് എപ്പോഴും അവരുടെ ഒരു വിദേശ നയം അമേരിക്കയ്ക്ക് അടിയറവ് വയ്ക്കുകയും എന്നിട്ട് അമേരിക്ക നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യൂറോപ്പിനെ യഥാർത്ഥത്തിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥം അതിൻ്റെയൊക്കെ വലിയ ഇരകളായിട്ട് ബാൾട്ടിക് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ മാറുകയാണെന്നത് ജെഫ്രി സാക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ മെർഷേമർ ആണെങ്കിലും പറയുന്നത് ഈ നാറ്റോ എക്സ്പാൻഷനാണ് അടിസ്ഥാനപരമായിട്ട് ഈ യുദ്ധത്തിൻ്റെ കാരണമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പലരും, നോം ചോംസ്കി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു യൂറോപ്പിന് എല്ലാ കാലത്തും, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം പോലെ, എല്ലാ കാലത്തും യൂറോപ്പിന് ഒരു ഫാസിസ്റ്റ് നേച്ചർ ഉണ്ടായിരുന്നു. അത് തന്നെ ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പുട്ടിനെ പലരും ഇവർ പ്രത്യക്ഷത്തിൽ ഇവർ പിന്തുണയ്ക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാൽ തന്നെയും പുട്ടിൻ അല്ല യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഈ പ്രധാനപ്പെട്ട പല സ്കോളേഴ്സുമാണ് പറയുന്നത്. അപ്പോൾ അതിൽ മറുവാദങ്ങൾ പറയുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ തിമോത്തി സ്നൈഡറെ പോലെയുള്ള അമേരിക്കൻ സ്കോളേഴ്സ്, അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ യുദ്ധം എന്ന് പറയുന്നത് യുക്രൈന് മേലുള്ളൊരു കടന്നുകയറ്റമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നാറ്റോ എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മിനറൽ ഡീൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ചൂഷണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലെ വരുന്ന ഈ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും അല്ല പലപ്പോഴും അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാം ഒരു ഡെമോക്രാറ്റിക് റൈറ്റ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതായത് നാറ്റോയിൽ അംഗമാവുക, യൂറോപ്യൻ യൂണിയനിൽ അംഗമാവുക, ഇത് ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ്. എന്നാൽ ഇത് യുക്രൈൻ അകത്ത് നടക്കുന്ന ഈ ഭരണകൂടങ്ങളുടെ മാറ്റമോ അല്ലെങ്കിൽ ഇത്രയും കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇതെല്ലാം വളരെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള പല രീതിയിൽ ഈ അവതരിപ്പിക്കപ്പെടുന്നതിനൊന്നും ഈ പറയുന്ന വെസ്റ്റേൺ സ്കോളേഴ്സ് പലരും അതിനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഇതിൽ തോന്നിയിട്ടുള്ളത്. വളരെ പ്രത്യക്ഷത്തിലൊരു നാറ്റോ റഷ്യ വാർ വരാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനൊരു സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം താങ്ങാനായിട്ടുള്ള ഒരു ശേഷി പൊതുവിൽ യൂറോപ്പിനായാലും അല്ലെങ്കിൽ റഷ്യക്കായാലും അമേരിക്കക്കായാലും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം യൂറോപ്പിൻ്റെ GDP-യുടെ 3.5% ഇപ്പോൾ യുക്രൈൻ വാറിന് വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയന് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. ഇത് വലിയൊരു തുകയാണ് യുക്രൈനെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ പറയുന്നൊരു തീവ്രദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ അതിലേറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ജനങ്ങളും അത് ആണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതിൻ്റെ ഒരു വെല്ലുവിളിയും മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഡയറക്റ്റ് അങ്ങനെ ഒരു യുദ്ധം വരുമോ എന്നുള്ളത് മാത്രമല്ല അത്ര വലിയൊരു പ്രശ്നമായിട്ടും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാർ യഥാർത്ഥത്തിൽ നാറ്റോ റഷ്യ വാർ തന്നെയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ ഒരു പ്രസൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ഈ അടുത്ത് തന്നെ JD വാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ ക്രൂയിസ് മിസൈലായിട്ടുള്ള ടോമഹാക്സ് അമേരിക്ക ഉക്രൈന് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ. അതിന് ജർമ്മനി അത് പർച്ചേസ് ചെയ്യുക, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക പലപ്പോഴും യുദ്ധം തടയാനാണ് എന്ന് പ്രത്യക്ഷത്തിൽ പറയുമ്പോഴും ട്രംപ് അതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ആയുധ കച്ചവടം നടത്താനുള്ള അമേരിക്കയുടെ ഒരു താല്പര്യം അത് ഈ യുദ്ധത്തെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയല്ലേ സൃഷ്ടിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സമാധാന ശ്രമങ്ങൾ എന്ന് പറയുകയും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഞങ്ങൾ ശ്രമിക്കുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ് യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്നായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിട്ടുള്ളത്. എല്ലായ്പ്പോഴും അവർ ശ്രമിച്ചിട്ടുള്ളത് യുദ്ധം തുടർന്നു കൊണ്ടുപോകാനും അത് കൂടുതൽ ശക്തമായിട്ട് തുടരാനും എല്ലാനും വേണ്ടിയിട്ടാണ്. കാരണം യുക്രൈൻ ഏകദേശം വലിയ രീതിയിൽ ഇന്ന് തകർന്നു കഴിഞ്ഞ ഒരു പ്രദേശമായിട്ട് അത് നിലനിൽക്കുകയാണ്. അവിടെ ഈ സെലൻസ്കി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അദ്ദേഹത്തിൻ്റെ ടേം തന്നെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ടേം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ തെരഞ്ഞെടുപ്പുകളൊന്നും അവിടെ നടന്നിട്ടില്ല. അതുപോലെ ഈ പാർലമെൻറ്റിലടക്കം പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ള 11 പാർട്ടികളെ അദ്ദേഹം റഷ്യൻ ബന്ധം ആരോപിച്ചുകൊണ്ട് അയോഗ്യരാക്കി. അതുപോലെ തന്നെ അവിടുത്തെ റഷ്യൻ ഓർത്തഡോക്സ്, അവിടുത്തെ പാട്രിയാർക്കേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതിയിൽ, പണ്ട് പേഗൻ മതം എങ്ങനെ ഒഴിവാക്കി ഫോഴ്സ് ഉപയോഗിച്ച് അവസാനിപ്പിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ റഷ്യൻ ചർച്ചിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പുതിയൊരു യുക്രൈനിയൻ ചർച്ച ആരംഭിക്കുക. അപ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളെല്ലാം കായികമായിട്ട് തന്നെ നേരിടുക എന്നുള്ളൊരു രീതിയിലൊക്കെ ഈ ഭരണകൂടം മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പാണെങ്കിലും ഇടയ്ക്ക് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കും, നേരത്തെ പറഞ്ഞ 10 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രസ്താവനകളും കാര്യങ്ങളും വരുന്നു, സമാധാനമാണ് വരുന്നത്. പക്ഷേ തത്വത്തിൽ ഇതിനുവേണ്ടി യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അതിൽ എപ്പോഴും അത് സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈനിൻ്റെ ഭരണാധികാരി ആയിക്കൊള്ളട്ടെ,
യൂറോപ്യൻ നേതൃനിര ആയിക്കൊള്ളട്ടെ, അമേരിക്കൻ നേതൃനിര ആയിക്കൊള്ളട്ടെ, എപ്പോഴും ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ അമേരിക്കയുടെ ഒരു കാര്യം പറയുമ്പോൾ, അമേരിക്ക റഷ്യയുമായിട്ട് അടുക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പുടിനുമായിട്ടുള്ള ട്രംപിൻ്റെ മീറ്റിംഗ്, പുടിനെ വളരെ പുകഴ്ത്തുന്ന പ്രസ്താവനകൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതൊരു റഷ്യ ചൈന ബന്ധത്തെ തെറ്റിച്ചുകൊണ്ട് റഷ്യയും അമേരിക്കയും കൂടുതൽ അടുത്തതിന് ശേഷം ചൈനയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് SCO സമ്മിറ്റും അതിനുശേഷമുള്ള സംഭവവികാസങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് റഷ്യ അങ്ങനെ ചൈനയിൽ നിന്ന് അകലാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പം ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ പാളുന്നു എന്നുള്ളതാണോ തെളിയിക്കുന്നത്? അതായത് ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് തന്നെ ഒരു ട്രംപിൻ്റെ ഒരു ഫസ്റ്റ് ടേം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ പൊതുവിലുണ്ടായിരുന്ന ഒരു സംസാരം, ഈ ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന പുട്ടിൻ്റെ വളരെ രഹസ്യമായിട്ടുള്ള സൈബർ വാർഫെയർ ആണ് യഥാർത്ഥത്തിൽ ട്രംപിനെ പോലൊരു ഭരണാധികാരിയെ അധികാരത്തിൽ എത്തിച്ചത് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അന്ന് അവിടെ ബാൾട്ടിക് സ്റ്റേറ്റ്സിലെല്ലാം ഉണ്ടായിരുന്നു. പലരും നമ്മളോട് വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യൂറോപ്പിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു നറേറ്റീവാണത്. അതായത് ട്രംപ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പുട്ടിൻ്റെ ആളാണ് എന്നും അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റഷ്യൻ ബന്ധമടക്കമുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി ആരോപിക്കുന്ന പല രീതികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുട്ടിനുമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഈ ഡെമോക്രാറ്റ്സ് പറയുന്ന ഹിലരി ക്ലിൻ്റനെ പോലുള്ള ആളുകൾ ആദ്യം പറഞ്ഞിട്ടുള്ളതും പിന്നീട് കമലാ ഹാരിസിനെ പോലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഒരു റഷ്യൻ വിരോധം, റഷ്യയെ പൂർണ്ണമായിട്ടും ഒരു ആക്രമണാത്മകമായിട്ടുള്ളൊരു വിരോധം ട്രംപ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ പറഞ്ഞില്ല എന്നുള്ളതും, യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനം കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളൊരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ കൂടുതൽ ആ കാലത്ത് പോപ്പുലറായി എന്നുള്ളൊരു തീവ്ര വലതുപക്ഷ നേതാവാണെന്ന് പറയുന്നെങ്കിൽ തന്നെയും അത് കുറച്ച് പോപ്പുലറായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതൊക്കെ അന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അഭേദ്യമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ 80ാം വാർഷികം റഷ്യയുടെ ഏറ്റവും വലിയൊരു ദേശീയ പരിപാടിയായിട്ടാണ് ഇത്തവണ മെയ് 9-ന് മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി എന്ന് പറയുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബന്ധം അവർ ഏറ്റവും ശക്തമായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അമേരിക്ക, വിശേഷിച്ച് ട്രംപ്, എല്ലാം ഒരു ബിസിനസ് ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ കാണാനും ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയെ എത്രത്തോളം ആർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യയുടെ അനുഭവം നമ്മൾക്ക് മുമ്പിലുണ്ടല്ലോ. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരു അനുഭവം നമ്മളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു അനിശ്ചിതാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഇവരുടെ പലപ്പോഴും വിജയിക്കാതെ പോവുകയും, പിന്നെ റഷ്യ എന്ന് പറയുന്നത് എപ്പോഴും യൂറോപ്പിലെ വലതുപക്ഷ ഭരണകൂടങ്ങൾ, അത് വിശേഷിച്ചും യൂറോപ്പിൽ നാസിസത്തിന് ശേഷം ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടങ്ങളാണ് ഈസ്റ്റേൺ യൂറോപ്പിൽ വന്നിട്ടുള്ളത്. ഈ ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് അവിടെ വന്നിട്ടുള്ളതെല്ലാം വലതുപക്ഷ ഭരണകൂടങ്ങളായിരുന്നു പ്രധാനമായിട്ടും. അപ്പോൾ ഈ ഭരണകൂടങ്ങൾ സ്വാഭാവികമായിട്ടും റഷ്യയെ ശത്രുപക്ഷത്ത് തന്നെയാണ് എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും ഇപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളും പറയുന്നത് റഷ്യ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ റഷ്യക്കാരും അത്ര ശരിയായിട്ടുള്ള ആളുകളല്ല എന്ന് പറയുന്ന ഒരു വംശീയ വിരോധം തന്നെ കാണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റഷ്യ അകറ്റി നിർത്തുക എന്നുള്ള ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് അവിടെ പല തരത്തിലുള്ള താല്പര്യങ്ങളും ഈ റീജിയനിലുള്ളതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ കൂടി അമേരിക്കയ്ക്ക് അവിടെ ഇടപെടുന്നതിൽ കണക്കിലെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നോട്ട് 1 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് മേരി സരോട്ടി എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്കോളർ, അവരുടെ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകം 2021 പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്പിൽ നിലനിൽക്കുന്ന ഈ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ അവർ വളരെ കാര്യമായിട്ട് വിശകലനം ചെയ്ത് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അമേരിക്കയ്ക്ക് ഈസ്റ്റേൺ യൂറോപ്പിൽ ഇങ്ങനെ ഒരു നാറ്റോ ബേസ് തുടങ്ങേണ്ടി വരുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഒരു സംരക്ഷകർ എല്ലാം ചമഞ്ഞ് ഇവിടെ നിൽക്കേണ്ടി വരുന്നതെല്ലാം അവരുടെ കൂടി ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ്. കാരണം അവർ അത്തരത്തിലൊരു പൊളിറ്റിക്സ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കക്ഷികൾ അവിടെ ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതായത് റഷ്യയെ എന്നും ഒരു പേടിപ്പെടുത്തുന്ന അയൽക്കാരനായിട്ട് തന്നെ നിലനിർത്തുക, റഷ്യ എപ്പോഴും ആയിരിക്കും റഷ്യ എന്ന് പറയുന്ന ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു ശത്രുവിനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പിൽ നിർത്തുക എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെയൊക്കെ താല്പര്യമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന അമേരിക്കയുടെ പോളിസികളിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെയെല്ലാം ഒറ്റയടിക്ക് മറികടക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ റഷ്യയെ കൂടെ നിർത്തണമെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഇന്നത്തെ വലതുപക്ഷ ഭരണകൂടങ്ങൾ പറയുന്ന പല
ആവശ്യങ്ങളും അമേരിക്കയ്ക്ക് നിരാകരിക്കേണ്ടി വരും. അതപ്പോൾ എത്രത്തോളം കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല ചൈനയാണ് റഷ്യയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന അവരുടെ ഏറ്റവും ശക്തരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നൊരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരുമിച്ചാണ്. അപ്പോൾ അത് എങ്ങനെ അമേരിക്കയ്ക്ക് അതിനപ്പുറം എന്ത് ഓഫറാണ് അവർക്ക് കൊടുക്കാനുള്ളതെന്നൊക്കെ ഒരു പ്രശ്നവും എല്ലാം ഉണ്ട്. ഇത് അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ കൂടിയാണ് റഷ്യയും ചൈനയും എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇന്നത്തെ ഒരു ഭരണകൂടങ്ങൾ നടത്തുന്ന ഒരു ബിസിനസ് സാഹചര്യത്തിലൊക്കെ ഈ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എത്രത്തോളം പ്രായോഗികമാവും എന്നൊക്കെയുള്ള വളരെ സംശയാസ്പദമാണ്. സർ, അവസാനമായിട്ട് ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം നാറ്റോ എക്സ്പാൻഷൻ നടന്നു. ഇന്ന് നമുക്കറിയാം, പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളും തന്നെ നാറ്റോയുടെ ഭാഗമാണ്. അപ്പോൾ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രവിശ്യകളെല്ലാം എങ്ങനെയാണ് നാറ്റോയുടെ പക്ഷത്തേക്ക് നേരെ തിരിഞ്ഞത്? ഒരു വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഘടനയുടെ ഭാഗമായി മാറിയത് എങ്ങനെയാണ്? അതായത് ബെർലിൻ മതിലിൻ്റെ തകർച്ച 1989 നടക്കുന്ന പശ്ചാത്തലത്തിൽ അന്നത്തെ വെസ്റ്റേൺ ലീഡർഷിപ്പ്, റൊണാൾഡ് റീഗനും മാർഗരറ്റ് താച്ചറും അതുപോലെ പശ്ചിമ ജർമ്മനിയുടെ ചാൻസലറായിട്ടുള്ള ഹെൽമുട്ട് കോൾ, ഇവരെല്ലാവരും ചേർന്ന് അന്ന് ഗോർബച്ചേവിന് കൊടുക്കുന്നൊരു ഉറപ്പ്, ഇത് വളരെ സൗഹൃദമായിട്ടുള്ളൊരു രീതിയിൽ, അതായത് അതും ഈ പറയുന്ന മേരി സരോട്ടിയുടെ പുസ്തകത്തിലെ നോട്ട് 1 ഇഞ്ച് എന്നുള്ള പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയമാണ്. അപ്പോൾ ഇവർ അന്ന് ഗോർബച്ചേവിന് വാക്കാൽ കൊടുക്കുന്ന ഉറപ്പ്, അതിനൊരു തരത്തിലുള്ള ലീഗൽ ഡോക്യുമെൻറ്റും അതിലില്ല, വാക്കാൽ കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നാറ്റോയുടെ ഒരു മുന്നോട്ട് പോക്ക് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് ഉണ്ടാവില്ല, ഇത് അവിടെ വെച്ച് നിർത്തും എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത് നാറ്റോയുടെ എക്സ്പാൻഷനുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. 90കളിൽ തന്നെ നാറ്റോയുടെ എക്സ്പാൻഷനുകൾ നടന്ന 98 ഒരു കാലഘട്ടത്തിൽ തന്നെ പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ നാറ്റോയുടെ അംഗങ്ങളായിട്ട് ഇവരെ മാറ്റുന്നു. അതുപോലെ തന്നെ ബാൾട്ടിക് രാജ്യങ്ങൾ 2004 ആവുന്നു. അത് ജോർജിയയിലേക്ക് എത്തുമ്പോഴേക്കാണ് റഷ്യ തിരിച്ചടിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ റഷ്യയുടെ പ്രതീക്ഷയും അവരെയും ഇതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സാധ്യതകളുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക ഒരിക്കലും അങ്ങനെ എൻ്റർടൈൻ ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം നാളെ ഈ അമേരിക്ക എപ്പോഴും അവരുടെ ഒരു ഹെജിമണിയിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയുള്ള ആളുകളാണ്. അപ്പോൾ നാളെ റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ഈ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം മുഴുവനായി എടുത്താൽ പോലും റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനേക്കാൾ ചെറുതാണത്. അപ്പോൾ അത്രയും വലിയ റിസോഴ്സസും സാധ്യതകളും ഒക്കെ ഉള്ള ഒരു രാജ്യം ഈ പറയുന്ന വെസ്റ്റേൺ മിലിറ്ററി പാക്റ്റുകളിലേക്കും സംഘടനകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ അവരത് പൂർണ്ണമായിട്ട് ഹൈജാക്ക് ചെയ്യുമെന്നുള്ളൊരു പേടി പലപ്പോഴും അമേരിക്കയ്ക്ക് ഉണ്ട്. മാത്രമല്ല റഷ്യയുടെ ഒരു ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ തകർച്ചകളിൽ നിന്നും ഒരു ഘട്ടത്തിലൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് വലിയ ശക്തിയായിട്ട് മാറിയ ചരിത്രം പല കാലഘട്ടങ്ങളിലും റഷ്യക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയെ അവരതിൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ മാറ്റി നിർത്തുക എന്നുള്ള നയം തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കിഴക്കൻ യൂറോപ്യൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു തകർച്ചയ്ക്ക് ശേഷം അവിടെ വരുന്ന ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡോമിനൻ്റ് ഐഡിയോളജി ആയിട്ട് ഉയർന്നു വരുന്നത് ഒരു ആൻറ്റി സോവിയറ്റ്, അത് സ്വാഭാവികമായിട്ടും ഒരു ആൻറ്റി റഷ്യൻ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അത് നിലനിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും പോളണ്ടിലെ നേതാക്കൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പല ആളുകൾ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹേട്രഡ്, വെറുപ്പാണ് പലപ്പോഴും ഈ റഷ്യക്കെതിരെയും റഷ്യൻ ജനതയ്ക്കെതിരെയെല്ലാം വളരെ പരസ്യമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരവർഗത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇവർക്ക് മറ്റൊരു സൈഡിൽ വലിയൊരു ഭയം കൂടിയുണ്ട്. കാരണം ഈ തീവ്ര വലതുപക്ഷ ദേശീയതയുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് ഭയം എന്ന് പറയുന്നത്. ഭയം എപ്പോഴും അവർ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അമേരിക്കയുടെ സംരക്ഷണം വേണം, അല്ലെങ്കിൽ റഷ്യ അവരെ നാളെ അവരിലേക്ക് കടന്നു കയറുമോ എന്നുള്ളൊരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ നാറ്റോയെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ വന്നു. നാറ്റോയുടെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം മാറി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ യെൽസിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള റഷ്യൻ പ്രസിഡന്റ് നാറ്റോയുടെ ഭാഗമാവാനും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാവാനും എല്ലാം വെമ്പൽ കൊണ്ട ആളാണ്. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവർ നമ്മളെ ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ അത് കഴിഞ്ഞ് 2000 പുടിൻ അധികാരത്തിലേക്ക് വരുന്നു. പുടിൻ്റെ തുടക്കകാലത്ത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ 5 വർഷകാലത്തും അദ്ദേഹത്തിനും പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർ ഏറ്റെടുക്കുമെന്ന്. പക്ഷേ പിന്നീട് മനസ്സിലായി അവർ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. അത് വേറൊരു രീതിയിലേക്ക് ഈ ഒരു സന്ദർഭത്തെ മുഴുവൻ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ യൂറോപ്പിൽ തുടരുന്ന ഈ വലതുപക്ഷ ഭരണകൂടങ്ങളും അവരുടെ പല താല്പര്യങ്ങളും, പിന്നെ സോവിയറ്റ് കാലത്ത് അവർക്കും ഒരുപാട്
മോശം മെമ്മറീസ് ഉണ്ട്, പല മോശപ്പെട്ട ആ ഒരു ആക്രമണങ്ങൾ നേരിട്ടതുമായിട്ടുള്ള പലതരത്തിലുള്ള ഓർമ്മകളും ഇതെല്ലാം കൂടിക്കുഴഞ്ഞ ഒരു രാഷ്ട്രീയവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ദേശീയതയും ഒക്കെയാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നാറ്റോയെ അവരുടെ ഒരു സംരക്ഷകരായിട്ടും വിമോചകരൊക്കെ ആയിട്ടാണ് ഇവരെപ്പോഴും വാഴ്ത്തിപ്പാടുന്നത്. നാറ്റോയെക്കുറിച്ചുള്ള വലിയ വാഴ്ത്ത് പാട്ടുകളൊക്കെ കേട്ട് ബാൾട്ടിക്കിലായിരിക്കുന്ന സമയത്ത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം നാറ്റോ എന്താണ് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ നാറ്റോ എന്താണ് ചെയ്യുന്നത്, ഒരു സാമ്രാജ്യത്വ സേന എന്നുള്ള രീതിയിൽ എത്രയോ ക്രൂരമായിട്ടാണ് ഇവർ ഓരോ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കൊരു ആൻറ്റി കൊളോണിയൽ ഹിസ്റ്ററി ഉള്ള, വെസ്റ്റിൽ നിന്ന് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുള്ള നമ്മൾക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അത് സാധിക്കും. പക്ഷേ ഇവിടെ ഈസ്റ്റേൺ യൂറോപ്പിൽ ഈ രാജ്യങ്ങൾ പലപ്പോഴും അവരൊരു വിമോചകരായിട്ട് കാണുകയും ചെയ്യുന്നു. ഈ ഒരു വലിയൊരു വൈരുദ്ധ്യമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നാറ്റോയെ അവർക്ക് സ്വന്തമായിട്ട് റഷ്യ പോലൊരു വലിയൊരു രാജ്യം ആക്രമിച്ചാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അതുകൊണ്ട് നാറ്റോയുടെ ഒരു സഹായം എപ്പോഴും വേണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ചിന്ത അവർ ഉയർത്തിയെടുക്കുകയും അങ്ങനെ നാറ്റോയുടെ ഭാഗമായിട്ട് മാറുകയും തന്മൂലം അവരുടെ ഫോറിൻ പോളിസി മുഴുവൻ അമേരിക്കയ്ക്ക് അടിയറവ് വയ്ക്കുകയും അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് മുഴുവൻ വഴങ്ങുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്ന പരിതാപകരമായിട്ടുള്ള അവസ്ഥയും എല്ലാം ഇതോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.